ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, അറഫ ദിനം, ദുൽഹിജ്ജ 10 ദിനം ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് കൊണ്ട് അടുക്കാനും ദിക്റുകൾ ചൊല്ലാനും ഖുർആൻ ഓതാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ദുൽഹിജ്ജ 10 ദിവസം. ധാരാളം തക്ബീറുകൾ ചൊല്ലണം, തഹ്ലീലുകൾ ചൊല്ലണം, സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് ചൊല്ലണം, അല്ലാഹു അക്ബർ ചൊല്ലണം, ലാ ഹൗല ചൊല്ലണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ അള്ളാഹുവിനെ പ്രശംസിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ധാരാളം ദിക്റുകൾ എപ്പോഴും ചൊല്ലി വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളാണ്. അങ്ങനെയുള്ള മഹത്തായ ദിനമാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ 10 ദിനം. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളെ വെറുതെ പാഴാക്കി കളയരുത്. ധാരാളം ഇബാദത്തുകൾ ചെയ്യണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ അറഫ ദിനം, അതും വലിയ മഹത്തായ ദിനമാണ്. അറഫ ദിനത്തിലും നോമ്പ് സുന്നത്തുണ്ട്. അറഫ ദിനത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ചില വചനങ്ങൾ, ചില റിപ്പോർട്ടുകൾ നമുക്ക് പഠിക്കാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവര് നിന്നുള്ള ഒരു റിപ്പോർട്ട് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ജൂതന്മാരിൽപ്പെട്ട ഒരാള് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ തങ്ങളെ, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, ഭരണാധികാരിയായവരെ, ആയത്തും ബി കിതാബിക്കും തഖ്റഊനഹ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ ഓതുന്ന ആ ആയത്ത് ഞങ്ങൾക്കാണ് അള്ളാഹു ഇറക്കിയതെങ്കിൽ, ജൂതന്മാരായ ഞങ്ങൾക്കാണ് ഇറക്കിയതെങ്കിൽ, ഞങ്ങൾ ആ ഇറക്കിയ ദിവസം ആഘോഷമാക്കും, ഈദാക്കും, പെരുന്നാളാക്കുമായിരുന്നു. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചു, ഏത് ആയത്താണത്? അപ്പോൾ ആ ജൂതൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിലില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി, എന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിയായി എന്ന് പറയുന്ന മാഇദ സൂറത്തിൽ ഒരു ആയത്തില്ലേ, അത് ഞങ്ങളെ മേലാണ് ഇറക്കിയതെങ്കിൽ ഞങ്ങളെ ഇറക്കിയ ദിവസം പെരുന്നാളാക്കുമായിരുന്നു എന്ന് ജൂതൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം, ആ ആയത്ത് ഇറക്കിയ ദിവസം ഞങ്ങൾക്കറിയാം, വൽ മകാന, ആ ആയത്തിൽ ഇറക്കിയ സ്ഥലവും ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബി അറഫ യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയായിരുന്നു അത് ഇറക്കിയത്, അറഫയിൽ നിന്നായിരുന്നു അത് ഇറക്കിയത്, ബലി പെരുന്നാളിന്റെ സുദിനത്തിലുമായിരുന്നു അത് ഇറക്കിയത്. അപ്പോൾ ഖുർആനിലെ ദീന് പൂർത്തിയാക്കി തന്നു എന്ന് ആയത്ത് ഇറക്കിയതായ, അള്ളാഹുവിനെ നിഅമത്ത് സമ്പൂർണമാക്കി തന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിയാക്കി തന്നു എന്ന ആയത്ത് ഇറക്കിയ വലിയ ആഘോഷ ദിനമാണ് അറഫ ദിനം. അത് ഞങ്ങൾക്ക് ആഘോഷം തന്നെയാണ്. ഞങ്ങൾ അറഫയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിനമാണ്. വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് ആഘോഷമാണ്. ബലി പെരുന്നാളിനും ഞങ്ങൾക്ക്, അറഫ ദിനവും ഞങ്ങൾക്ക് ആഘോഷമാണ്, ഞങ്ങളുടെ ഈദാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതന് മറുപടി പറഞ്ഞു. അപ്പോൾ അറഫ ദിവസം അത് നമ്മുടെ ആഘോഷ ദിനമാണ്, നമ്മുടെ പെരുന്നാളിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, യൗമു അറഫ വയൗമുൻ നഹർ, അറഫ ദിവസവും പെരുന്നാളിന്റെ ദിവസവും, വ അയ്യാമിത് തശ്രീഖ്, അയ്യാമുത് തശ്രീഖിന്റെ ദിവസവും, ഈദുന, നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ഈദാണ്, പെരുന്നാളാണ് ഇസ്ലാമിന്റെ. ബഹു അയ്യാമു അക്ലിം വശുർബിൻ, അത് തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. നോമ്പൊൽക്കാൻ പാടില്ല. നമ്മളെ പെരുന്നാക്ക് നോമ്പൊൽക്കാൻ പാടില്ല. അറഫ ദിവസം നോമ്പൊൽക്കും, പെരുന്നാക്ക് പാടില്ല. ബലി പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ദിവസം, 4 ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അയ്യാമുത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ മഹത്തായ ദിനം എന്നാണ് അർത്ഥം. അത് ദുൽഹിജ്ജ 11, 12, 13, പിന്നെ 10 പെരുന്നാളും. അപ്പൊ 4 ദിവസം പുണ്യമേറിയ ദിവസമാണ്. അന്ന് നാം പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. ബലി പെരുന്നാളും വലിയ പെരുന്നാളുമാണ്. മറ്റേത് ചെറിയ പെരുന്നാളായിരുന്നു നമ്മളെ ഈദുൽ ഫിത്തർ, ഇത് വലിയ പെരുന്നാളാ.
അപ്പൊ പെരുന്നാളിലെ വലിപ്പമുള്ളത് ഇതാ. 4 ദിവസത്തെ ആഘോഷമുണ്ട്. അറഫ ദിവസം കൂട്ടുമ്പോ 5 ദിവസമാകും. ഏതായിരിക്കട്ടെ ആ ദിവസം ആഘോഷം എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് തക്ബീർ ചൊല്ലിക്കൊണ്ടുള്ള ആഘോഷം, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആഘോഷം, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടുള്ള ആഘോഷം. പുതിയ വസ്ത്രം ധരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതോടുകൂടെ നല്ല ഭക്ഷണം ധരിക്കണം, പരസ്പരം കുടുംബബന്ധം ചേർക്കണം. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ആഘോഷം. അങ്ങനെയുള്ള ആഘോഷ ദിവസമാണ് നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, അറഫ നോമ്പിന്റെ മഹത്വം നാം അറിയേണ്ടതാണ്. വലിയ ശ്രേഷ്ഠമുള്ള നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് യുക്കഫിറു സനത്തൽ മാളിയ വസ്സനത്തൽ ഖാബില. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷവും വരാനുള്ള ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പൊറുക്കുന്നതാണ്. അറഫ നോമ്പ് നോറ്റാൽ 2 വർഷത്തെ ദോഷം പൊറുക്കും. അതുകൊണ്ട് അറഫ നോമ്പ് എല്ലാവരും നിൽക്കണം. ദുൽഹിജ്ജ 8 നിൽക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരിക്കട്ടെ അത് നാം നിർവഹിക്കണം. ഹാജിമാർക്ക് അറഫ നോമ്പ് സുന്നത്തില്ല. ഹാജിമാർ നോമ്പ് വെച്ചാൽ ക്ഷീണം വരും. അറഫയിലൊക്കെ പോകാനുള്ള ദിവസമായിരിക്കും അവർക്ക്. അവരുടെ അറഫയിൽ അന്ന് നോമ്പ് വെൽക്കണ്ട. നാട്ടിലുള്ളവരൊക്കെ നോമ്പ് വെൽക്കണം. ഈ മഹത്തായ ബലിപെരുന്നാള് അറഫ ദിനത്തിന്റെ മറ്റൊരു മഹത്വം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണത്? അല്ലാഹു തആല ആത്മാക്കളെ മുഴുവനും പണ്ടേ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ നമ്മുടെ വാപ്പമാരുടെ ഉമ്മമാരുടെ ലൂടെ നമ്മൾ ജനിച്ചു. പക്ഷെ നമ്മുടെ റൂഹ്, ആത്മാവ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ ആത്മാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അറഫ ദിനത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം, അറഫ ദിനത്തിലല്ല, ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം അറഫ ദിനത്തില് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലുണ്ടായിരുന്ന മുഴുവൻ ആത്മാക്കളെയും പുറത്തേക്കെടുത്തു. മക്കളെ മുഴുവനും അള്ളാഹു പുറത്തേക്കെടുത്തു. അങ്ങനെ അത് അറഫ ദിവസമായിരുന്നു. എന്നിട്ട് അള്ളാഹു അവരോട് സംസാരിച്ചു, ആ ആത്മാക്കളോട്. എന്ത്? ഞാൻ നിങ്ങളുടെ റബ്ബൽ അലസ്തു റബ്ബിക്കുന്ന് ചോദിച്ചു. അറഫ ദിനത്തിൽ ഉണ്ടായൊരു സംഭവം പറയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അതെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ് പഠിച്ചോന് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും തന്നെ ഈ കരാറ്, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന കരാറ് ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പോൾ, മനുഷ്യരായി ഇങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ കരാറ് ലംഘിക്കരുത്. ഞാൻ റബ്ബാണെന്ന നിലയ്ക്ക് എന്നെ ആരാധിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്ന് കരാറ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് ലംഘനം ചെയ്യരുത്. ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ എന്ത് ചെയ്തിരുന്നു? മറ്റു ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ ഞങ്ങൾ ആരാധിച്ചതാണ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞു വരരുത്. നിങ്ങൾ ഈ കരാറ് പാലിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് മനുഷ്യരായി വരുമ്പോൾ നിങ്ങൾ ജീവിക്കണമെന്ന് കരാർ ചെയ്തു. ഇങ്ങനെ ഒരു കരാറ് പണ്ട് നടന്നിരുന്നു. അത് അറഫ ദിനത്തിൽ ആദം നബിയെ സൃഷ്ടിച്ച അതിന്റെ ശേഷം അറഫ ദിനത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അറഫ ദിനത്തിന്റെ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സർ മിൻ യഅതിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അള്ളാഹു നരകത്തിൽ നിന്നും അറഫ ദിവസത്തിൽ മോചിപ്പിക്കുന്നതിനേക്കാളും ഒരാളെയും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല. അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹു തആല മലക്കുകളോട് പറയും, ഈ ആളുകൾ മുഴുവനും എന്നോട് മാപ്പ് ചോദിച്ച് കരഞ്ഞ് അറഫയിൽ നിന്ന് എന്നോട് ദുആ ചെയ്യുന്നു എന്ന് അള്ളാഹു പറയുകയും, അവര് വസ്ത്രം ശരിക്ക് ധരിക്കാതെ അവരൊറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ 2 വസ്ത്രം പുതച്ചുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു, എന്നോട് കരയുന്നു, മാപ്പ് ചോദിക്കുന്നു, അവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു, അവരെയൊക്കെ ഞാൻ നരകമോചനം ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ഇങ്ങനെ വലിയ മഹത്തായ ദിനമാണ് അറഫ ദിവസം. ആ ദിവസം നാമും ഇബാദത്തിലായി കഴിച്ചുകൂട്ടണം, ധാരാളം ദിക്റുകൾ ചൊല്ലണം. അതുപോലെ അള്ളാഹുവിനോട് ദുആക്ക് ഇജാബത്തുള്ള ദിനം കൂടിയാണ്. അതുകൊണ്ട് ആ ദിനത്തെ നാം നോമ്പനുഷ്ഠിക്കണം. ഇജാബത്തുള്ള ദിവസമാണെന്ന നിലയ്ക്ക് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതോടുകൂടെ പെരുന്നാള് നമുക്ക് ഈ പ്രാവശ്യം ശനിയാഴ്ചയാണ്.
വെള്ളിയാഴ്ചയാണ് നമ്മുടെ അറഫ, നമ്മുടെ നാട്ടിലെ അറഫ ദിവസമായി കണക്കാക്കുന്നത്. അപ്പൊ വെള്ളിയാഴ്ച സുബഹിന് ശേഷം മുതൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ഓരോ നിസ്കാരത്തിന് ശേഷം, സുന്നത്ത് നിസ്കരിച്ചാലും തക്ബീറില്ല, ഫർദ് നിസ്കരിച്ചാലും തക്ബീറില്ല, ഏത് നിസ്കാരത്തിന് ശേഷം ദുഹയായാലും എന്ന് മുതൽ പെരുന്നാൾ ദിവസത്തിന്റെ ശനിയാഴ്ചന്റെ തലേ ദിവസം വെള്ളിയാഴ്ചത്തെ രാവിലെ, നാളെ പെരുന്നാള്, ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്ന് രാവിലെ സുബിഹി മുതൽ, സുബിഹിക്ക് ശേഷവും ളുഹറിന് ശേഷവും അസറിന് ശേഷവും പിന്നെ അങ്ങനെ വൈകുന്നേരം ആകുമ്പോ പെരുന്നാരാവാകും. പെരുന്നാരാവിന് പിന്നെ ഏതായാലും തക്ബീർ ചൊല്ലണം. നിസ്കാരത്തിന്റെ ശക്ക സലാം വീട്ടിയ ഉടനെയാണ് ഏറ്റവും നല്ലത്. ദുആ കഴിഞ്ഞിട്ട് ചെല്ലിയാലും കുഴപ്പമില്ല. ഏറ്റവും നല്ലത് സലാം വീട്ടിയ ഉടനെ അങ്ങോട്ട് തക്ബീറില്ല. സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം വരെ മറക്കാതെ ആ പ്രത്യേകം ചെല്ലുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ അറഫ ദിവസത്തെ മഹത്തമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മാസം ആണ് ആ പെരുന്നാളിന്റെ ആ മഗ്രിബ് മുതൽ ധാരാളം തക്ബീറുകൾ നിസ്കാരത്തിന് ശേഷം മാത്രമല്ല ഒരു സമയങ്ങളും ചെല്ലല് സുന്നത്താണ്. നിസ്കാരം വരെ നിസ്കാരമൊക്കെ കൃത്യമായി നാം നിർവഹിക്കണം. പുരുഷന്മാരും സ്ത്രീകൾക്കും നിസ്കരിക്കൽ സുന്നത്താണ്. ബലി പെരുന്നാൾ എന്ന് പറയണം. പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ രൂപം ഞാൻ പിന്നീട് പറയുന്നതാണ്, മുമ്പ് പറഞ്ഞതാണ്. അല്ലാഹു തആല നമുക്ക് ആ അറഫാ ദിനത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.